ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സുന്ദരമായ റോസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉത്തമഗീതം 2-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ ഷാരോനിലെ റോസാപ്പൂവും താഴ്വരകളിലെ താമരപ്പൂവുമാകുന്നു. റോസ് അതിൽ തന്നെ ഒരു തരം ത്രിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. അതിന് മനോഹരമായ ഒരു രൂപവും മനോഹരമായ നിറവും മനോഹരമായ സുഗന്ധവുമുണ്ട്. ചില പൂക്കൾ മനോഹരമായി കാണപ്പെട്ടേക്കാം, പക്ഷേ സുഗന്ധമില്ല. മറ്റുള്ളവയ്ക്ക് സുഗന്ധമുണ്ടാകാം, പക്ഷേ സൗന്ദര്യമില്ല. എന്നാൽ ഷാരോനിലെ റോസാപ്പൂവായ ക്രിസ്തുവിൽ എല്ലാം ഒരുമിച്ച് കാണപ്പെടുന്നു. അവൻ അതിമനോഹരനും അത്ഭുതകരമായി സുഗന്ധമുള്ളവനും എല്ലാവിധത്തിലും പൂർണ്ണനുമാണ്. ചെറുപ്പത്തിൽ പിന്നീട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റായി മാറിയ ജോൺ എഫ് കെനഡി ഒരു സുഗന്ധദ്രവ്യ നിർമ്മാണശാലയിൽ ജോലി ചെയ്തു. അദ്ദേഹം സമ്പാദിച്ച കൂലിയിൽ നിന്ന് അദ്ദേഹം പതിവായി ഒരു മിഷണറി സംഘടനയെ പിന്തുണച്ചു. വൈകുന്നേരങ്ങളിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തെരുവ് മുഴുവൻ റോസ് പെർഫ്യൂമിന്റെ മധുരമുള്ള സുഗന്ധം കൊണ്ട് നിറയും. താമസ സ്ഥലങ്ങളിലുള്ളവർക്ക് പോലും മനോഹരമായ സുഗന്ധം തിരിച്ചറിയാനും ജോൺ എഫ് കെന്നി തെരുവിലൂടെ നടക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാനും കഴിയും. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സുഗന്ധം ആ കാലങ്ങളിൽ മാത്രമല്ല, ഏകദേശം 2000 വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള ആളുകൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അവൻ പകരുന്ന സുഗന്ധദ്രവ്യം പോലെയാണ് ഇന്നും അവൻ ആത്മാക്കളെ തന്നിലേക്ക് ആകർഷിക്കുന്നു. ഒരു ചുവന്ന റോസാപ്പൂവിന് നിരവധി മൃദുലമായ ഇതളുകളുണ്ട്. ഓരോ ഇതളും മനോഹരവും സുഗന്ധവുമുള്ളതാണ്. അതുപോലെ ഓരോ ഇതളും ക്രിസ്തുവിന്റെ സ്നേഹത്തെയും സ്വഭാവത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ക്രിസ്തു സ്നേഹവാനും കൃപയുള്ളവനും ദയയുള്ളവനും കരുണയുള്ളവനും ആർദ്രഹൃദയനും തന്റെ അടുക്കൽ വരുന്നവരെ ഒരിക്കലും തള്ളിക്കളയാത്തവനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമാണ്. ഈ ഗുണങ്ങൾ റോസാപ്പൂവിന്റെ ഇതളുകൾ പോലെയാണ്. അവന്റെ മഹത്വമുള്ള സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തുന്നു. അവന്റെ കൃതജ്ഞതയും സ്വഭാവവുമാണ് നമുക്ക് മാതൃക. അവന്റെ സ്വഭാവം നമ്മിൽ രൂപപ്പെടേണ്ടതല്ലേ? അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നാം വളരേണ്ടതല്ലേ? ക്രിസ്തുവിൽ സുഗന്ധമാകേണ്ടതല്ലേ? എപ്പോഴും പൂത്തുലഞ്ഞിരിക്കുന്ന ഷാരോനിന്റെ റോസ് തീർച്ചയായും നിങ്ങളുടെ മുഖവും സന്തോഷത്താൽ വിരിയാനിടയാക്കും. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം ഉദിക്കുന്നു. രാജാതിരാജാവിന്റെ കൊട്ടാരത്തെ അലങ്കരിച്ച സുഗന്ധമുള്ള റോസാപ്പൂക്കളെ പോലെ നിരവധി വിശുദ്ധന്മാർ ആത്മീയ സുഗന്ധം നിറഞ്ഞ ജീവിതങ്ങളുമായി ഈ ലോകത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ജീവിതവും മനോഹരവും സുഗന്ധമുള്ളതുമാക്കാൻ നാം നമ്മുടെ ജീവിതം പൂർണ്ണമായും അവന് സമർപ്പിക്കണം. ഈ ലോകത്തിലൂടെ ഒരിക്കൽ മാത്രമേ നാം കടന്നു പോകുന്നുള്ളൂ. അതിനാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ നമുക്കത് ചെയ്യാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എഫേസ്യർ 5-ാം അധ്യായം 2-ാം വാക്യം. ക്രിസ്തുവും നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുക. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ രൂത്ത് 1, 2, 3, 4 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 8-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.